എന്നെ നന്നായി അറിയുന്നോനെ, എന്നെ നന്നായി മെനയുന്നോനെ, എന്നെ നന്നായി അറിയുന്നോനെ, എന്നെ നന്നായി മെനയുന്നോനെ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 139 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യമാണ്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. ആമേൻ. പൊതുവിൽ മനുഷ്യർ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ അറിയുന്ന ആരുമില്ലല്ലോ. ആർക്കറിയാം എൻ്റെ പ്രശ്നം? നിങ്ങൾക്കറിയാമോ എൻ്റെ പ്രശ്നം? എന്നെ ഒന്നും മനസ്സിലാക്കുന്ന വ്യക്തികളില്ല. ആ വ്യക്തി അതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ മനുഷ്യരുടെ ഉള്ളിലെ ഒരു വേദനയാണ്, എന്നെ നന്നായിട്ട് അറിയുന്ന ആളുകളില്ല. എന്നാൽ ദൈവഭക്തൻ പറയുകയാണ്, എന്നെ അറിയുക എന്നല്ല, എന്നെ നന്നായി അറിയുകയല്ല, എൻ്റെ ചിന്തകളെപ്പോലും എൻ്റെ നിരൂപണങ്ങളെപ്പോലും അറിയുന്ന, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന, നിരൂപണം അറിയുന്ന, ഞാനൊരു വാക്ക് സംസാരിക്കുമ്പോൾ അത് പറയുന്നതിന് മുമ്പ് അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. സത്യമാണ്. നിങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നിങ്ങളെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കത്തില്ലേ? ഉറപ്പായിട്ട്. ഒരു തുരുത്തി വെള്ളവും ഒരപ്പവും കൊടുത്ത് അബ്രഹാം ഹാഗാറിനെ പറഞ്ഞുവിടുക. ഈ ലോകത്തിൽ വലിയ ആത്മീയർ പോലും നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമെന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. അന്നത്തെ ഏറ്റവും നല്ല മനുഷ്യനായ അബ്രഹാം ഹാഗാറിന് കൊടുത്തു വിടുന്നത് ഒരു തുരുത്തി വെള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെയാണ് ആത്മീയർ, അവരൊന്നും സഹായിക്കത്തില്ല എന്നും പറയരുത്. ഹാഗാറിനെ ദൈവം അനുഗ്രഹിക്കാനുള്ള ഏക കാരണം അബ്രഹാമിനെ ഓർത്തുമാണ്. പക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന് തൊട്ടു മുമ്പ്, ഒരിക്കൽ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഹാഗാർ ഓടി മരുഭൂമിയിൽ ഉഴന്നു നടന്നു, മരിക്കാൻ കൊതിച്ചു. അന്ന് ഹാഗാറിനോട് ചോദിച്ചു, നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ നിന്റെ സന്തതിയെ വലിയവനാക്കും. അതിൻ്റെ ഒരു പ്രതികരണം എന്ന വണ്ണം ഹാഗാർ പറഞ്ഞൊരു കാര്യം, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു, എന്നെ അറിയുന്നവൻ. ആർക്കും എന്നെ അറിയാൻ കഴിയാഞ്ഞപ്പോൾ, ദൈവമേ നീ എന്നെ കണ്ട് എന്നോട് മിണ്ടിയോ? അതെ, നിന്നെ അറിഞ്ഞ ദൈവം കണ്ട് നിന്നോട് മിണ്ടും. യെസ്. കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, തലമുറകളുടെ നന്മകൾക്ക് വേണ്ടി, ജീവിതത്തിൻ്റെ പല സുഖങ്ങളും ത്യജിച്ച് ദൂരങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരി, സഹോദര, ചിലപ്പോൾ അവർക്കത് മനസ്സിലാകുകയോ അവർക്കത് വിലയില്ലാതെയോ ആകുന്നത് മനസ്സിലാകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പെയിനുണ്ട്. സാരമില്ല, നിന്റെ ഉത്തരവാദിത്തമാണത്.
ഒരു അമ്മ എന്ന നിലയിൽ, ഒരപ്പൻ എന്ന നിലയിൽ നീ ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ അതിന് വേണ്ട നിലയിലൊരു പരിഗണന നിനക്ക് ലഭിക്കാതിരിക്കുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന വേദനകൾ മാറട്ടെ. മറക്കരുത്, കർത്താവ് കാണുന്നുണ്ട്. നൊന്ത് പ്രസവിച്ച ആ ലേയ പ്രശ്നങ്ങളിലാണ് ജനനങ്ങളുണ്ടായെങ്കിലും പിന്നത്തെ ചില തലമുറകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നില്ലേ? ആരൊക്കെയോ വില കൊടുത്തത് കൊണ്ടാണ് ചിലരൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇതൊരു നിയോഗമായി കാണുക. ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. തിരുവചനം ഉറപ്പിച്ച് പറയുന്നു, എന്നെ അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ ആറ്റിറ്റ്യൂഡുകൾ അറിയുന്നു. കർത്താവ് പറയുന്നുണ്ടേ. പക്ഷെ അടുത്തൊരു വാക്കൂടെ പറയാം. നാളെ അറിയണമെന്ന് ആഗ്രഹിച്ചവരെല്ലാം അറിയുകയും നിന്നെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ദിനങ്ങളും എൻ്റെ യേശു നിനക്ക് തരും. അന്ന് നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. ഇത് നിങ്ങൾക്കുള്ളൊരു ദൂതാണ്. ദൈവം അറിയുന്നു. യെസ്, നമുക്ക് ഒരുമിച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയും. കർത്താവൻ, അങ്ങ് ഞങ്ങളെ നന്നായി അറിയുന്നതിന് സ്തോത്രം ചെയ്യുന്ന പിതാവേ. കർത്താവ്, ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഞങ്ങളുടെ ചിന്തകൾ സകലതും അങ്ങ് അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ ബലഹീനതകളെല്ലാം അങ്ങ് അറിഞ്ഞ് കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ വചനം കേൾക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കുന്നു. അവർ ഈ വചനത്തിൽ ബലപ്പെടട്ടെ, ധൈര്യപ്പെടട്ടെ. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഈ കുടുംബത്തെ പ്രത്യേകിച്ച് മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കുടുംബത്തെ ബലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കണമേ. ബന്ധങ്ങൾ അകന്നുപോയ കുടുംബങ്ങൾ ബന്ധങ്ങൾ ഒന്നിക്കട്ടെ. അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള ദൈവിക വിടുതലുകളും സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനുള്ള കരുണയും കരുതലും വെളിപ്പെട്ടു വരട്ടെ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കുടുംബത്തെ സൗഖ്യമാക്കി അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. രോഗികൾ ഗാനങ്ങൾ പാടട്ടെ, സ്തുതിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കടങ്ങൾ, ഞെരുക്കങ്ങൾ, മാനസിക സംഘർഷങ്ങൾ എല്ലാം മാറട്ടെ. യേശുവിൻ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ഇന്ന് നിങ്ങളെ ഏൽപ്പിച്ച ബിസിനസ്, യാത്രകൾ, ആമേൻ, ജോലി എല്ലാം ചെയ്തു കൊള്ളുക. യേശുവ കൂടെ ഉണ്ടായിരിക്കും. കൈകളിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. നിങ്ങളെ കാണുന്നൊരു കണ്ണുണ്ട്. ഗോഡ് ബ്ലെസ് യു. ശലോം.